എല്ലാവർക്കും ഓട്ടോലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹീറോ പ്ലഷർ പ്ലസിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഹീറോ പ്ലഷർ മാർക്കറ്റിൽ വന്നത് 2005-ലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഹീറോ പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. പ്ലഷർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 110cc എഞ്ചിനാണ്. ഇതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. i3s ടെക്നോളജി വന്നിട്ട് പിന്നെ FM സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഫുൾ ബോഡി ഫൈബറാണ് വരുന്നത്. പിന്നെ കളേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 8 മോഡൽ കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലൂ കളറാണ്, ഏകദേശം സ്കൈ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഓവറോൾ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നൈറ്റ് റൈഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റും ചെറിയ ക്രോം ഫിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മേളിലായിട്ട് ചെറിയ ഫൈബർ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് ബ്ലൂ കളറിൽ. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം വിസിബിളായിട്ട് തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈബർ ബോഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ ക്യാരക്ടർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് താഴെ വരുമ്പോൾ ചെറിയൊരു ഹീറോയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു കോംഫിഷും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നല്ല ഒരു വി ഷേപ്പ് പോലെ തന്നെ കൊടുത്തേക്കണം. ചെറിയൊരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ മൺഗാർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റിംഗ് വരുന്നത്. പിന്നെ സൈഡിൽ ഇവിടെ FIയുടെ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ FI സിസ്റ്റം ആയതുകൊണ്ട് തന്നെ തന്നെയാണ്. പിന്നെ സൈഡിലേക്ക് ഇവിടെ ചെറിയൊരു ബ്ലൂ കളർ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഒരു ഹോളിൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ റബ്ബർ ടൈപ്പ് ഫുൾ ഡ്രസ്സാണ് വരുന്നത്. പ്ലഷർ പ്ലസിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഡ്യുവൽ കളറുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ചെറിയൊരു ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂ കളർ ബോഡിയും കാര്യങ്ങളൊക്കെ സൈഡ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ക്യാരക്ടർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പ്ലഷർ പ്ലസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് സ്റ്റിക്കറിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു പിടിക്കാനുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ സൈഡിലായാലും പ്ലഷർ പ്ലസ് എന്നുള്ളൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ സൈലൻസറിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കവറാണ്, പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ സൈലൻസർ, പിന്നെ ഓയിൽ ഒഴിക്കാനുള്ള പോർഷനും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഗ്രാബ് ഹാൻഡും കാര്യങ്ങളൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്, കുഴപ്പമൊന്നുമില്ല. പ്രൈസാണ്. ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൾബും കാര്യങ്ങളൊക്കെ വരുന്നത് ഹാലജൻ ടൈപ്പ് ബൾബാണ് വരുന്നത്. പിന്നെ ഇവിടെ കീ ഹോളിനോട് സപ്പോർട്ട് കൂടിയ ഡിക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ബാക്കിലാണ് കീയുടെ പോർഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ മൺകാടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നത് ലേഡീസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഫുഡ് പെഡലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ റബ്ബർ ടൈപ്പ് ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കിക്ക് സ്റ്റാർട്ടിൻ്റെ കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചെറിയ ഹീറോൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ നമ്മുടെ കട്ടിയിൽ എഞ്ചിൻ കവറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഡിമിം ബ്രൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹോൺ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹീറോ പ്ലഷർ പ്ലസിൻ്റെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ അനലോഗ് ടൈപ്പ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പിലേക്കാണ് കൊടുത്തേക്കുന്നത് ക്ലസ്റ്റർ. ഇവിടെ ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അനലോഗിലാണ് വന്നേക്കണം. പിന്നെ നടുക്ക് ഹീറോൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷനും സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും എഞ്ചിൻ ലൈറ്റ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ അനലോഗിലാണ് വന്നതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ വരാം. ട്രിപ്പ് മീറ്റർ മിസ്സിംഗ് ആണ്. പിന്നെ ഹെഡ്ലൈറ്റ് ഡിമ്മിം ബ്രൈറ്റിൻ്റെയും ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കീ ഓൺ ഓഫിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഫോൺ ചാർജിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫോൺ ചാർജ് ഇവിടെ താഴെ നമ്മുടെ ഡാറ്റയ്ക്കുള്ള കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഉള്ളിൽ നമുക്ക് ഫോൺ ഇട്ട് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ആയപ്പോഴും നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചാലും സൈഡിൽ ചെറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി നൈറ്റ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നത് 4.5 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ പ്ലഷർ പ്ലസിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെയാണെങ്കിൽ 110cc സിംഗിൾ സിലിണ്ടർ OHC എഞ്ചിൻ വരുന്നത്. പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 7000 RPM 8.1 PS പവറാണ് വരുന്നത്. ടോർക്കും കാര്യങ്ങളൊക്കെ 5000 RPM
8.7 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ സസ്പെൻഷനെ പറ്റി പറയുവാണെങ്കിൽ സ്പ്രിംഗ് ലോഡ് ടൈപ്പ് സസ്പെൻഷൻ വന്നത് നമ്മുടെ പഴയ ആക്റ്റീവയുടെ പോലത്തെ സസ്പെൻഷൻ വന്നത്. ഇവിടെ ചെറിയൊരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ടൈപ്പ് കവറിങ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു അപാകത തോന്നിയത് നമ്മുടെ ബ്രേക്ക് കേബിളിലാണ്. ഇവിടെ ചെറുതായിട്ട് തള്ളിയിരിക്കുന്നത്, അത് 2 കേബിൾ വന്നുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വളയാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം വന്നത് ഇൻറ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് ടെക്നോളജി വന്നത് നമ്മുടെ കോമ്പിനേഷൻ സിസ്റ്റം പോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ടയർ സൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 90-110 ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും വന്നത്. റിമും കാര്യങ്ങളൊക്കെ അലോയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലത്തെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കിറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഇവിടെ ചെറിയൊരു ഹുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഹുക്ക് ഇടാൻ പറ്റും. ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ വണ്ടിയുടെ റൈഡിങ് കംഫോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് വളരെ നല്ല സ്മൂത്തായിട്ടുണ്ട്. കുടുക്കവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറവാണ്. വൈബ്രേഷൻസും നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ഇപ്പോൾ 110cc ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പിക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മിററിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ മിറർ ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഹാൻഡിലിൻ്റെ സൈഡിൽ നോക്കുമ്പോഴും വല്ല വൈബ്രേഷൻസും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 60 മൈലേജ് അല്ലെങ്കിൽ അറൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം വണ്ടിയുടെ മിഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്ന സ്പീഡ് 50 to 60 കിലോമീറ്ററാണ്. 80 വരെയൊക്കെ വണ്ടി ഓൾമോസ്റ്റ് കയറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പിന്നെ അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ നമ്മുടെ പഴയ ആക്റ്റീവയുടെയൊക്കെ പോലെ സ്പ്രിംഗ് ലോഡഡ് ടൈപ്പ് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോശമായിട്ടുള്ള റോഡിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല അടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പുതിയ വണ്ടിക്ക് പലതിനും ഇപ്പോൾ ടെലസ്കോപ്പിക് സസ്പെൻഷനൊക്കെ അല്ല വരുന്നത്. ഇപ്പോൾ ഈ വണ്ടി അവർ അത് പരിഗണിച്ചിട്ടില്ല, അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വണ്ടിയുടെ സ്പീഡോമീറ്ററിൻ്റെ നീഡിലോട്ടും സ്റ്റേബിൾ ഇല്ലാത്ത പോലെ തോന്നി, നല്ല രീതിയിൽ തന്നെ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഡീറ്റെയിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വന്നില്ല, അനലോഗ് മീറ്ററാണ്, അതൊരു വലിയൊരു പോരായ്മയാണ്. പിന്നെ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല, അതും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ എൻജിൻ മാൽ ഫംഗ്ഷൻ ലൈറ്റും വന്നത് അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ വണ്ടിയുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് യമഹ ആൽഫയും ഹോണ്ട ആക്റ്റീവയൊക്കെ ആണെങ്കിലും ലുക്ക് വൈസ് ഒരു സിമിലാരിറ്റി വന്നത് നമ്മുടെ ആക്സസിൻ്റെ സ്റ്റൈലും അതുപോലെ തന്നെ വെസ്പയുടെ ചെറിയ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ വണ്ടി കുറച്ചും കൂടെ കൺവെൻഷണൽ സ്റ്റൈലായി പോയി, കുറച്ചും കൂടെ ട്രെൻഡിങ് വണ്ടി ആക്കായിരുന്നു. പിന്നെ വണ്ടിയുടെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 75 to 80 സംതിങ്ങോളം പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഓൺ റോഡ് വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് പ്ലാറ്റിനം മോഡലും കൂടി ഉണ്ട്, അത് കുറച്ചും കൂടെ പ്രീമിയം സീരീസ് ആയിട്ടാണ് വരുന്നത്. അതിന് ക്രോമിയം കോട്ടിങ്ങും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ BS6 എഡിഷൻ പ്ലഷർ പ്ലസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.